2525 കിലോമീറ്ററോളം ഇന്ത്യയിലൂടെ ഒഴുകുന്ന, അതുപോലെ ഇന്ത്യയുടെ ദേശീയ നദിയായ, ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും വലിയ നദിയായ യമുന, ഒരു പോഷക നദിയായ, ഒരു ഗവൺമെന്റ് വ്യക്തിത്വ പദവി നൽകി ആദരിച്ച നദിയായ ഗംഗാ നദിയെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗംഗാ നദിയോടുകൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഹിമാലയൻ നദിയായ സിന്ധു നദിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവൈസിന്റെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. സോ എല്ലാവർക്കും റിവൈസ് PSCയുടെ ഈ ഒരു ഇന്ത്യൻ റിവർ സീരീസ് എന്ന് പറയുന്ന നദികളുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് സിന്ധു നദിയുമായിട്ട് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഇത് നമ്മുടെ സിന്ധു നദി. അതുപോലെ ഈ ഒരു സിന്ധു നദി നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡസ് എന്നുള്ള വാക്കാണ് പറയാറുള്ളത്. ഈ ഒരു ഇൻഡസ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇന്ത്യക്ക് ഇന്ത്യ എന്ന പേര് ലഭിക്കാൻ കാരണമായ നദി ഏത് എന്ന ചോദ്യത്തിന് നമുക്ക് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് റിവർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ പറയാം. ഇനി ഈ സിന്ധു നദി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. നമ്മൾ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചോദ്യം വരാം, പാകിസ്ഥാന്റെ, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാന്റെ ദേശീയ നദി എന്ന് അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് ആൻസർ മാർക്ക് ചെയ്യാം. ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും എന്ന് പറയുന്ന ഒരു സിലബസിന്റെ ഭാഗം LDC അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകൾക്ക് സിലബസിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ത്, ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ദേശീയ നദി ഏത് എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ലഡാക്ക് മേഖലയിലൂടെയാണ് എന്ത്, ഈ പറയുന്ന നദി പ്രധാനമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അതായത് ലഡാക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് സിന്ധു നദി പ്രവേശിക്കുന്നത്. ഈ സിന്ധു എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടല്ല, അത് ടിബറ്റിലുള്ള, നമുക്ക് അടുത്ത സ്ലൈഡിൽ ടിബറ്റിലുള്ള മാനസരോവർ തടാകത്തിനടുത്ത് അല്ലെങ്കിൽ തടാകത്തിലുള്ള ബോഗാർജു എന്ന് പറയുന്ന ഒരു ഹിമാനിയിൽ നിന്നാണ്, അതായത് ബോഗാർജു ഗ്ലേസിയറിൽ നിന്നാണ് എന്ത്, സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. നമ്മൾ ഗംഗാ നദി പഠിച്ച സമയത്ത് ഈ പറയുന്ന ഗംഗോത്രി എന്ന് പറയുന്ന ഒരു ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നതെങ്കിൽ ഇവിടെ സിന്ധു നദി ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഗാർജു എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്നാണ് എന്ത്, സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ബോഗാർജു ഗ്ലേസിയറിന് മറ്റൊരു പേര് നൽകിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സിംഗി കമ്പാൻ അല്ലെങ്കിൽ സിംഹത്തിന്റെ വാ എന്നാണ്, അല്ലെങ്കിൽ സിംഹത്തിന്റെ വായ എന്നാണ്, മൗത്ത് ഓഫ് ദി ലയൺ എന്നാണ് ഈ പറയുന്ന സിംഗി കമ്പാൻ എന്ന വാക്കിന്റെ മലയാള അർത്ഥം. സോ ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം, സിംഹത്തിന്റെ വായ എന്നർത്ഥമുള്ള പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗി കമ്പാൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഇനി ഈ പറയുന്ന ഇന്ത്യയിലൂടെ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലെ ദംചോക്ക് എന്ന് പറയുന്ന വഴിയാണ്. ഈ പറയുന്ന ഇന്ത്യയിലേക്ക് ടിബറ്റിൽ നിന്നും ഇത് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്ക് മേഖലയിലൂടെയും, അതുപോലെ പാകിസ്ഥാനിലേക്ക് ഈ പറയുന്ന നദി പ്രവേശിക്കുന്നത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ വഴി, അല്ലെങ്കിൽ അവിടെയുള്ള ചില്ലാസ് അല്ലെങ്കിൽ ചില്ലാർ എന്നൊക്കെ പല ബുക്കുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യ വഴിയാണ് ഈ പറയുന്ന സിന്ധു നദി പാകിസ്ഥാനിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്ന്, ഇന്ത്യക്ക് ഇന്ത്യ എന്ന പേര് ലഭിക്കാൻ കാരണമായ നദി, അതുപോലെ പാകിസ്ഥാന്റെ ദേശീയ നദി, ലഡാക്ക് മേഖലയിലൂടെ ഒഴുകുന്ന നദി, മറ്റു കാര്യങ്ങളാണ് ഉത്ഭവം ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന്, അല്ലെങ്കിൽ തടാകത്തിനടുത്തുള്ള ബോഗാർജു എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്ന്. ഈ ബോഗാർജു എന്ന വാക്ക് ടിബറ്റിൽ അതിനെ വിളിക്കുന്ന പേര് സിംഗി കമ്പാൻ എന്നാണ്. ഈ പറയുന്ന സിംഗി കമ്പാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സിംഹത്തിന്റെ വായ എന്നുള്ളതാണ്. സോ ഇന്ത്യയിൽ ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വഴി ചില്ലാറിലൂടെ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3180 കിലോമീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ 1114 കിലോമീറ്റർ എന്നും കൂടെ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മളിത് മുൻകാല SCERT ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്റർ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ 2900 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളമെന്ന് അവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 709 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെയുള്ള സിന്ധു നദിയുടെ നീളമെന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ നമുക്ക് നൽകിയ രീതിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട്
ആ ഒരു ആൻസർ നമ്മൾ മാർക്ക് ചെയ്യാം. സോ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ഇനി ഈ പറയുന്ന സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് ആ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഇത്. പ്രധാനമായും സിന്ധുവിന് 5 പോഷക നദികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ചലം, അതുപോലെ ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ പറയുന്ന 5 നദികളാണ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇതാണ് സിന്ധുവിന്റെ 5 പോഷക നദികൾ. സോ ഈ പറയുന്ന ഓരോ നദിയെക്കുറിച്ചും പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചലം നദിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് കാശ്മീരിലെ വെരിനാഗുറവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ ശ്രീനഗർ എന്ന് പറയുന്നത് ചലം നദിയുടെ തീരത്താണ്. ഈ പറയുന്ന ചലം നദിയിലേക്കാണ് എന്ത്, ഊളാർ തടാകത്തിലൂടെ ഒഴുകുന്ന നദി, അല്ലെങ്കിൽ ഊളാർ തടാകത്തിലേക്ക് ഒഴുകുന്ന നദി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് ഇത്. നമ്മുടെ സിന്ധുവിന്റെ ഒരു പ്രധാന പോഷക നദിയായ ചലം നദിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു സിന്ധുവിന്റെ പോഷക നദിയാണ് ചെനാബ് എന്നറിയപ്പെടുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സോ ചോദ്യം വരാം, സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് ഏത്, ഈ പറയുന്ന ചെനാബ് എന്ന് പറയുന്ന സിന്ധുവിന്റെ ഒരു പോഷക നദി. ഈ പറയുന്ന ചെനാബ് ഹിമാചലിലെ ചന്ദ്ര, അതുപോലെ ബാഗ എന്നീ 2 നദികളും കൂടിച്ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ചന്ദ്രഭാഗ റിവർ എന്നുള്ള രീതിയിൽ രണ്ടും കൂടെ കൂടിച്ചേർന്നുണ്ടാവുന്ന ഒരു നദിയാണ് ഏത്, നമ്മുടെ ചെനാബ് എന്നറിയപ്പെടുന്ന സിന്ധുവിന്റെ ഒരു പോഷക നദി. ഇനി മറ്റു പോഷക നദികളാണ് രവി. ഈ രവി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലാഹോർ എന്ന് പറയുന്ന നഗരം രവി നദിയുടെ തീരത്താണ് എന്നുള്ളത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ കണ്ടതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇവിടെ ഈ പറയുന്ന പുരാതന കാലത്ത് പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ആര്, നമ്മുടെ രവി നദി എന്നറിയപ്പെടുന്നത്. സോ പുരാതന കാലത്ത് പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്ന നദി. അപ്പോ ഈ പറയുന്ന 5 നദികൾക്കും പുരാതന കാലത്തുണ്ടായിരുന്ന പേരുകൾ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ പറയുന്ന ചെനാബ് നദിയുടെ പഴയകാല പേര് എന്നറിയപ്പെടുന്നത് അഷ്കിനി എന്നാണ്. സോ ചിനാബ് നദി മുൻപ്, അല്ലെങ്കിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് അഷ്കിനി. ഇനി ഈ പറയുന്ന ചലം നദി ഈ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് വിതാസ്ത. ചലം, വിതാസ്ത. സോ ചിനാബ് നദി അറിയപ്പെട്ടിരുന്ന പേര് അഷ്കിനി, അതുപോലെ ചലം നദി അറിയപ്പെട്ടിരുന്ന പേര് വിതാസ്ത എന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു. രവി നദി പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ ബിയാസ് നദി അറിയപ്പെട്ടിരുന്ന പ്രാചീനകാല നാമമാണ് ബിപ്പാസ. സോ പ്രാചീന കാലത്ത് ബിയാസ് നദി അറിയപ്പെട്ടിരുന്നത് ബിപ്പാസ എന്നും, എന്നാൽ സത്ലജ് നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ശതദ്രു എന്നുമാണ്. സോ ഈ പറയുന്ന നമ്മുടെ 5 പോഷക നദികളുടെയും പ്രാചീനകാല നാമങ്ങൾ ഓർത്തിരിക്കുന്നത് നമുക്ക് വരുംകാല PSC ചോദ്യങ്ങൾ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ അത് ആൻസർ ചെയ്യുന്നതിന് വളരെ ഉപകാരമായിരിക്കും. സോ സത്ലജ് നദി അറിയപ്പെട്ടിരുന്ന പേര് ശതദ്രു, അതുപോലെ ബിയാസ് നദി ബിപ്പാസ, രവി നദി പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്നു. സോ ചെനാബ് അഷ്കിനി, അതുപോലെ ജലം വിതാസ്ത എന്നുള്ള പേരിലാണ് പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന ബിയാസ് നദിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് സിന്ധു നദീവ്യൂഹത്തിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദി. അപ്പോ അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ പറയാം. ബിയാസ് നദി എന്ന് പറയുന്ന സിന്ധുവിന്റെ ഏറ്റവും ചെറിയ ഒരു പോഷക നദിയാണ് ഏത്, ബിയാസ് എന്നറിയപ്പെടുന്നത്. ഇനി സത്ലജ് നദി ഈ പറയുന്ന ടിബറ്റിലെ രക്ഷസ്ഥലിൽ നിന്ന് ഉത്ഭവിച്ച് ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് കടക്കുന്നു. സോ സത്ലജ് നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഏത് ചുരം വഴിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിപ്കില ചുരം എന്ന് ഓർത്തിരിക്കാം. അപ്പോ സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് പ്രധാന പോഷക നദികൾ ചലം, ചെനാബ്, അതുപോലെ രവി, ബിയാസ്, സത്ലജ് ഈ പറയുന്ന 5 നദികളാണ് പ്രധാനമായും സിന്ധുവിന്റെ പോഷക നദികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഈ പറയുന്ന ചലം നദിയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്, ഊളാറിലേക്ക് ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഇത് ചലം നദി. അതുപോലെ ചെനാബ് നദിയെ കുറിച്ച് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, അതുപോലെ ചന്ദ്രഭാഗ എന്നീ 2 നദികൾ ചേർന്നുണ്ടാവുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് രവി. ഈ പറയുന്ന ലാഹോർ നഗരം ഏത് നദിയുടെ തീരത്താണ് എന്ന ചോദ്യത്തിന് ആൻസർ ആണ് ഈ പറയുന്ന രവി നദി. സോ പുരാതന കാലത്ത് പരുഷ്ണി എന്നറിയപ്പെട്ടിരുന്നു.
അതുപോലെ ഹിമാചലിലെ റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. രവിയുടെ ഉത്ഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചലിലെ റോഹ്താങ് ചുരം എന്ന് പറയുന്ന അല്ലെങ്കിൽ റോങ്താങ് എന്ന് പറയുന്ന ചുരത്തിൽ നിന്നാണ് ഇത് നമ്മുടെ രവി നദി ഉത്ഭവിക്കുന്നത്. ഇനി ബിയാസ് നദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് സിന്ധു നദീവ്യൂഹത്തിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദി. അതുപോലെ സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും വലുപ്പം കുറഞ്ഞ ഏറ്റവും ചെറിയ നദി, ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന നദി. ഇവയെല്ലാം ബിയാസ് നദിക്ക് പറയുന്ന അല്ലെങ്കിൽ ബിയാസ് നദിയിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ്. ഇനി സത്ലജ് നദിയുമായി ബന്ധപ്പെട്ട് ടിബറ്റിലെ രക്ഷസ്ഥലിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ ഷിപ്കില ചുരം വഴി ഇന്ത്യയിലേക്ക് കടക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. സത്ലജ് നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ശതദ്രു. ബിയാസ് നദി ബിപാസ എന്നും രവി പരുഷ്ണി എന്നും ചെനാബ് അഷ്കിനി എന്നും അതുപോലെ ചലം വിദാസ്ത എന്നും പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. ഈ പോയിന്റുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നദികളുടെ അല്ലെങ്കിൽ പോഷക നദികളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. സോ ഇനി അടുത്തൊരു ഭാഗം നമ്മൾ പറയുന്ന സമയത്ത് സിന്ധു നദിയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിന്ധു നദി ജല കരാർ. വർഷം ഓർത്തിരിക്കാം 1960. സോ 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചാണ് ഈ പറയുന്ന സിന്ധു നദീ ജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചത്. സോ എന്നാണ് സിന്ധു നദീ ജല കരാർ ഒപ്പുവെച്ചത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ 1960 സെപ്റ്റംബർ 19 എന്ന് പറയുന്ന ഡേറ്റ് ഓർത്തിരിക്കാം. സോ സിന്ധു നദീ ജല കരാർ 1960 സെപ്റ്റംബർ 19. അതുപോലെ ആരൊക്കെയാണ് ഈ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ പാകിസ്ഥാന് വേണ്ടി അയ്യൂബ് ഖാനുമാണ് സിന്ധു നദീ ജല കരാറിൽ ഒപ്പുവെച്ചത്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറാച്ചിയിൽ വെച്ചാണ് അവർ ഈ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചത്. ഇനി ഈ പറയുന്ന സിന്ധു നദീ ജല കരാറിന് മധ്യസ്ഥത വഹിച്ച സംഘടന ഏത് എന്ന് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ലോക ബാങ്കാണ് ഈ പറയുന്ന സിന്ധു നദീ ജല കരാറ് ഒപ്പുവെക്കുന്നതിന് വേണ്ടി മധ്യസ്ഥത വഹിച്ച ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ സംഘടന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് ബാങ്ക് ആണ്. ഇനി ഈ പറയുന്ന കരാറ് പ്രകാരം ഈ പടിഞ്ഞാറൻ നദികൾ, അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നദികളായിട്ടുള്ള സിന്ധു അതുപോലെ ചലം ചിനാബ് എന്നീ നദികളുടെ വെള്ളം പാകിസ്ഥാന് വേണ്ടിയും അതുപോലെ രവി ബിയാസ് സത്ലജ് എന്നിവ മുഴുവനായും ഇന്ത്യക്കും അല്ലെങ്കിൽ അതിലെ വെള്ളം ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലും ഈ പറയുന്ന കരാർ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അപ്പോ സിന്ധു നദീ ജല കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച നദികളിൽ പെട്ടതേത് പെടാത്തതേത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രവി ബിയാസ് സത്ലജ് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സോ ഈ പറയുന്ന സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചു 1960 സെപ്റ്റംബർ 19 കറാച്ചിയിലാണ് ഒപ്പുവെച്ചത്. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി അയ്യൂബ് ഖാനും ഒപ്പുവെച്ചു. മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക്. ഇനി ഇത് പ്രകാരം പടിഞ്ഞാറൻ നദികളായിട്ടുള്ള സിന്ധുവും അതുപോലെ ചലവും ചെനാബും പാകിസ്ഥാന് ഉപയോഗിക്കാനുള്ള രീതിയിലും അതുപോലെ ഇന്ത്യക്ക് വേണ്ടി രവി ബിയാസ് സത്ലജ് എന്നീ ജലത്തിലെ അല്ലെങ്കിൽ എന്നീ നദികളിലെ ജലം ഇന്ത്യക്കുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നദിയിലുള്ള അണക്കെട്ടുകൾ. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ബക്ര നംഗൽ അണക്കെട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതികളിൽ ഒന്നായ അല്ലെങ്കിൽ പദ്ധതിയായ ബക്ര നംഗൽ അണക്കെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പഠിക്കുന്ന ഈ ഒരു അണക്കെട്ട് എന്ന് പറയുന്നത്. ഇത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. ഈ പറയുന്ന ബക്ര നംഗൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് ഏത്, ഈ സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബക്ര നംഗൽ അണക്കെട്ട്. ഇവിടെ ഈ ബക്ര എന്ന് പറയുന്നത് ഒരു അണക്കെട്ട്, നംഗൽ മറ്റൊരു അണക്കെട്ട്. ബക്ര ഹിമാചലിലും അതുപോലെ നംഗൽ പഞ്ചാബിലുമായിട്ട് രണ്ട് അണക്കെട്ടാണുള്ളത്. ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒന്നിച്ച് പറയുന്നതാണ് നമ്മൾ ബക്ര നംഗൽ എന്ന് പറയപ്പെടുന്ന ഈ ഒരു അണക്കെട്ട്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏത് എന്ന ചോദ്യത്തിന് ബക്ര നംഗൽ അണക്കെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ മാർക്ക് ചെയ്യാം. അതുപോലെ ദുൽഹസ്തി, ബഗ്ലിഹാർ, സലാൽ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റുകൾ ചെനാബ് നദിയിൽ ജമ്മു കാശ്മീരിൽ നിർമ്മിച്ചിട്ടുള്ള പ്രമുഖ ജലവൈദ്യുത പദ്ധതികളാണ്. സോ ദുൽഹസ്തി, ബഗ്ലിഹാർ, സലാൽ എന്നിവ ചെനാബ് നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രമുഖ ജലവൈദ്യുത പദ്ധതികളാണ്. ജമ്മു കാശ്മീരിലാണ് ഈ പറയുന്ന പ്രോജക്റ്റുകൾ ഉള്ളത്. സോ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക, ദുൽഹസ്തി, ബഗ്ലിഹാർ, അതുപോലെ സലാൽ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സിന്ധുവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത്, ഉറി പ്രോജക്റ്റ്, അതുപോലെ കിഷൻ ഗംഗ പ്രോജക്റ്റ്. സോ
ചലം നദിയിലെ ജലം ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ചലം നദിയിലുള്ള പ്രധാനപ്പെട്ട ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികളാണ് ഉറി അതുപോലെ കിഷൻ ഗംഗ എന്ന് പറയുന്ന 2 പ്രോജക്റ്റുകൾ. സോ 3 പ്രധാന അണക്കെട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വക്രാനെങ്കിൽ ഇന്ത്യയിലെ വലിയ വിവിധോദ്ദേശ പദ്ധതി, ദുൽഹസ്തി ബഗ്ലിഹാർ സലാൽ എന്നുള്ളത് ചെനാബ് നദിയിലും, ഇനി ചലം നദിയിലുള്ള പ്രധാന പദ്ധതിയാണ് ഉറി പ്രോജക്റ്റ് അതുപോലെ കിഷൻ ഗംഗ പ്രോജക്റ്റ്. ഇവ ഓരോ നദിയിലെയും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ മറ്റൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹരിക ബാരേജ് അതുപോലെ ഇന്ദിരാഗാന്ധി കനാൽ, ഈ ഒരു 2 പോയിന്റുകളും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. സത്ലജ്, ബിയാസ് എന്നീ 2 നദികൾ സംഗമിക്കുന്ന പഞ്ചാബിലെ ഹരിക വെറ്റ്ലാൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അവിടെ നിന്നാണ് ഈ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നതിന്റെ ഉത്ഭവം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇത്, ഇന്ദിരാഗാന്ധി കനാൽ. സോ ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത് ഹരിക വെറ്റ്ലാൻഡ് എന്നറിയപ്പെടുന്ന പഞ്ചാബിന്റെ ഭാഗത്ത് നിന്നാണ്. സോ ഇന്ദിരാഗാന്ധി കനാലാണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലായിട്ട് അറിയപ്പെടുന്നത്. ഇനി രാജസ്ഥാൻ മരുഭൂമി പ്രദേശങ്ങളിൽ ജലസേചനം സാധ്യമാക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ആണ്. സോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാലാണ് രാജസ്ഥാൻ മരുഭൂമി ഭാഗങ്ങളിലേക്ക് ജലം എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടേക്കുള്ള ജലസേചനം ഈ പറയുന്ന ഇന്ദിരാഗാന്ധി കനാൽ വഴിയാണ്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാലിന്റെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് രാജസ്ഥാൻ എന്നറിയപ്പെടുന്നത്. സോ ഇവ എന്ത് ചെയ്യാം, ഈ ഒരു സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. ഇനി ഈ ഒരു സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. സിന്ധു നദി ഒഴുകുന്ന ഒരേ ഒരു ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് ലഡാക്ക് എന്നറിയപ്പെടുന്നത്. സോ സിന്ധു ഒഴുകുന്ന ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇനി അടുത്തൊരു ചോദ്യം, ഹൈഡസ്പസ് യുദ്ധം, ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് നടന്നത് എവിടെ അല്ലെങ്കിൽ ഏത് നദീ തീരത്താണ് എന്നുള്ള ഒരു പ്രശസ്തമായ ഒരു ചോദ്യം. സോ ചലം നദീ തീരത്ത് BC 326 അതായത് BC 326 അലക്സാണ്ടറും അതുപോലെ പോറസ് ചക്രവർത്തിയും തമ്മിൽ, അതായത് മാസിഡോണിയൻ രാജാവായ അലക്സാണ്ടറും ഇന്ത്യൻ രാജാവായ പോറസും തമ്മിൽ ഏറ്റുമുട്ടിയ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് അല്ലെങ്കിൽ നമ്മുടെ ഹൈഡസ്പസ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന യുദ്ധം നടന്നത് ചലം നദിയുടെ തീരത്താണ്. പുരാതന നാമം വിദാസ്ത നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. സോ അറിഞ്ഞിരിക്കുക, ഹൈഡസ്പസ് യുദ്ധം അലക്സാണ്ടറും അതുപോലെ ഇന്ത്യൻ രാജാവായ പോറസും തമ്മിലാണ്. ഈ പറയുന്ന പോറസ് രാജാവ് പരാജയപ്പെട്ടെങ്കിലും അവരുടെ ആ ഒരു യുദ്ധത്തിന്റെ ഒരു രീതിക്ക് മുന്നിൽ അല്ലെങ്കിൽ യുദ്ധ വീര്യത്തിന് മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അലക്സാണ്ടർ ഈ പറയുന്ന പിടിച്ചെടുത്ത രാജ്യങ്ങളൊക്കെ തിരികെ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു എന്താ പറയാ, അത്രയും നല്ല രീതിയിൽ ഇന്ത്യ അവരോട് പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അലക്സാണ്ടർ പോലെ ഒരു രാജാവിനോട് അങ്ങനെ ഒരു ഇന്ത്യൻ രാജാവ് പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഓർത്തിരിക്കുക, ഹൈഡസ്പസ് യുദ്ധം ചലം നദി തീരത്ത് വെച്ച് അലക്സാണ്ടറും പോറസും തമ്മിൽ BC 326 നടന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ. അപ്പൊ അവിടെ കനാലുകൾ അതുപോലെ അണക്കെട്ടുകൾ അതുപോലെ പോഷക നദികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണെന്നുള്ളത് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ ഒരു നോട്ട് നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി പോയിന്റുകളായിട്ട് എഴുതി വെച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുക. അതുപോലെ ഈ പറയുന്ന രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പോയിന്റ് ആയിട്ട് അതിനെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളായിട്ട് എന്ത് ചെയ്യാം, മാറ്റി അത് ആ രീതിയിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള നമുക്ക് പോയിന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട് അതുപോലെ നമ്മുടെ സ്റ്റഡി മെത്തേഡ് ഇതിനെല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ മുൻ വീഡിയോകളിൽ നമ്മൾ പറയുന്ന പോലെ അധികം വൈകാതെ വരാൻ പോകുന്ന തൊട്ടടുത്ത എക്സാമുകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ നല്ലൊരു റാങ്കിൽ എത്താനും നമുക്ക് സിമ്പിൾ ആയിട്ട് സാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്ന ഒരു കാര്യമാണ്. സോ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇനി മറ്റൊരു നദിയുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വീണ്ടും റിവൈസ് ചെയ്യാം. അപ്പൊ അതുവരെ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. സോ വരുന്ന പരീക്ഷകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ പഠിക്കുക. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ് വരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.